ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 3D ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ക്രാഫ്റ്റുകളും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ 3D ആയിട്ട് മാത്രം എന്തിനാ വിടുന്നേ എന്ന് വിചാരിച്ചാണ് ഞാൻ 3D ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറേ നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് സിമ്പിളായിട്ട് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യുവാണ്. ലാസ്റ്റ് 3D ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറ. അപ്പോൾ ആദ്യമേ ഞാൻ എടുത്തത് ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തോളൂ. കാരണം വലിയ കഷ്ണം പേപ്പറൊക്കെ എടുത്ത് ചീത്തയാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ചെറിയ കഷ്ണത്തിലേക്ക് ഞാൻ പോയത്. ആദ്യമേ ഒരു പേപ്പർ എടുത്ത് അതിലേക്ക് നമ്മളൊരു ഹേർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തു. അതാകുമ്പോൾ സിമ്പിളല്ലേ, നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ അറിയാവുന്ന ആകെയുള്ളൊരു സംഭവം അതല്ലേ. അപ്പോൾ അതങ്ങോട്ട് വരച്ചു കൊടുക്കുക. ആ ഹേർട്ടിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കണം. അതും ഒരേ അളവിന് തന്നെ നമ്മൾ വരച്ചു കൊടുക്കുക. മെഷർമെൻറ്റ് സെയിം ആയിരിക്കണം. അത് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം. നമ്മൾ പേപ്പറിൻ്റെ അളവ് അനുസരിച്ച് മെഷർമെൻറ്റ് മാറ്റും. അതിനുശേഷം അതിൻ്റെ ഹേർട്ടിൻ്റെ അകത്തുള്ളത് നമുക്ക് കേവായിട്ട് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും വരച്ചു കൊടുക്കാം. അതിനുശേഷം ആദ്യമേ ഞാൻ പെൻസിൽ വെച്ചാണ് ചെയ്തേക്കുന്നത്, നിങ്ങൾ കണ്ടു കാണുമല്ലോ. പിന്നെ തെറ്റിപ്പോയാൽ മായ്ക്കണ്ടേ, അതിനു വേണ്ടിയാണ് പെൻസിൽ യൂസ് ചെയ്തത്. പിന്നീട് നമുക്ക് മാർക്കർ വെച്ച് ബോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്കെച്ച് എടുക്കുക, ഒന്നെടുത്ത് ഇടവിട്ട് ഇടവിട്ട് ഫുൾ അങ്ങോട്ട് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ റെഡ് കളർ എടുത്ത് അങ്ങോട്ട് കളർ ചെയ്ത് കൊടുത്തപ്പോഴാണ് ചില കോളങ്ങൾക്ക് എണ്ണത്തിലൊരു വ്യത്യാസം തോന്നിയത്. പിന്നെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെന്നേ, ആരറിയാനാ, നമ്മളല്ലേ അറിയുന്നുള്ളൂ. അപ്പം ആദ്യമേ ആ ഹേർട്ടിൻ്റെ അകത്ത് വരുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ലൈൻ വരയ്ക്കുമ്പം കൃത്യമായി നോക്കി വരയ്ക്കുക. അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടിയ പോലെ നിങ്ങൾക്കും പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ചിലയിടത്ത് വരുമ്പോൾ അടുപ്പിച്ച് കോളങ്ങൾ വരുന്നു. പിന്നെ ഞാൻ ചെറുതായിട്ട് കളർ കൊടുത്തങ്ങ് സെറ്റാക്കി. അങ്ങനെ നമ്മൾ ഫുള്ള് കളർ കൊടുത്ത് സെറ്റാക്കിയപ്പോൾ നിങ്ങൾക്കിത് 3D ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളായിട്ട് തന്നെ കമൻറ്റിൽ പറ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.